നമസ്കാരം. ഇന്നാണ് വുമൻസ് 2020 വേൾഡ് കപ്പിൻ്റെ രണ്ടാമത്തെ സെമി ഫൈനൽ. സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഇംഗ്ലണ്ട്. രണ്ട് നല്ല സ്ട്രോങ് ടീമാണ്. അപ്പോൾ നല്ല ടൈറ്റ് കളിയായിരിക്കും. രാത്രി 11 മണിക്കാണ് കളി. ആരാണ് ഓസ്ട്രേലിയ ആയിട്ട് ഫൈനൽ കളിക്കുക എന്നുള്ളത് ഇന്നറിയാം. അതേപോലെ തന്നെ ഇന്നലെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആദ്യത്തെ 2020 ആയിരുന്നു. കളി കംപ്ലീറ്റ് ആയിട്ട് കളി അബാൻഡ് ചെയ്തതിനായിരുന്നു. മഴ കാരണം സെക്കൻഡ് ഇന്നിങ്സ് നടന്നില്ല. ഫസ്റ്റ് ഇന്നിങ്സിൽ ഇന്ത്യ 189 റൺ എടുത്തു. 189 റൺ എടുത്തിൽ നമ്മൾ ബാറ്റിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാറ്റിങ്ങിൽ സഞ്ജു കളിച്ചില്ല, തിലക് വർമ്മ കളിച്ചില്ല, ഇഷാൻ കിഷൻ ഒന്നും കളിച്ചില്ല. ഇഷാൻ കിഷൻ കണ്ടിന്യൂസ് ആയിട്ട് 2 കളി റണ്ണൗട്ടാണ്. അതേപോലെ തന്നെ ശ്രേയസ് അയ്യർ നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ച് ഒരു 50 അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അഭിഷേക് ശർമ്മേൻ്റെ ശൈലിയിൽ തന്നെ കളിച്ച് അറ്റാക്ക് ചെയ്ത് കളിച്ച് സ്കോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ശിവൻ ഡൂബെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ തുടങ്ങി. സഞ്ജു സാംസൺ ഇപ്പോൾ 3 കളിയായിട്ട് കളിക്കുന്നില്ല. അയർലൻഡുമായിട്ട് 2 കളി കളിച്ചില്ല, 5 റണ്ണ് ഡക്ക്. പിന്നെ ഇന്നലെ ഇംഗ്ലണ്ടിനെതിരെ 1 റണ്ണാണ് എടുത്തത്. അതേപോലെ തന്നെ ഇഷാൻ കിഷനും കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്യണം. തിലക് വർമ്മയും നല്ല ഫോമിലല്ല. പക്ഷെ എല്ലാവരും തുടങ്ങി. സഞ്ജു സാംസൺ പ്ലെയർ കളിക്കാൻ അറിയില്ല, സഞ്ജു സാംസൺ ഒരു വസ്തു അറിയില്ല, കൺസിസ്റ്റൻസി ഇല്ല എന്നിട്ട് ഒച്ചപ്പാടാക്കാൻ തുടങ്ങി എല്ലാവരും. എനിക്കതിൻ്റെ ലോജിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. എൻ്റെ ലോജിക്ക് എന്താണെന്നില്ല ആരും മനസ്സിലായിട്ടേ ഇല്ല. വൈഭവ് സൂര്യവംശിനെ കളിപ്പിക്കണം, ഓക്കെ കളിപ്പിക്കാം. അതിന് സഞ്ജു സാംസണെ തന്നെ പുറത്താക്കിയിട്ട് കളിപ്പിക്കണമെന്ന് എന്താ നിർബന്ധം? അതെനിക്ക് തീരെ മനസ്സിലാവാത്തൊരു കാര്യമാണ്. അതേപോലെ തന്നെ എന്തിനുകൊണ്ട് എല്ലാവരും സഞ്ജു സാംസണെ പുറത്ത് കയറിയിട്ട് സഞ്ജു സാംസണെ പുറത്താക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാം ഇന്ന് രാവിലെയും ഇന്നലെ ആയിട്ട് നോക്കുമ്പോൾ ഇതന്നെ ഫുള്ളി തന്നെ സഞ്ജു സാംസൺ കളിക്കാൻ അറിയില്ല. സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ എങ്ങനെയോ അബദ്ധവശാൽ കളിച്ചു പോയതാണ് 3 കളി. അബദ്ധവശാൽ 3 കളി കളിക്കും ആരെങ്കിലും, അതും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ മസ്റ്റ് വിൻ മാച്ചിൽ. അത് സഞ്ജു സാംസണിൻ്റെ ഒരു വലിയ കഴിവുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ വേൾഡ് കപ്പ് ഇപ്പോൾ നമ്മളെ കയ്യിലില്ലേ. അക്കാര്യം എല്ലാവരും ഓർത്താൻ നന്ന്. പിന്നെ വൈഭവ് സൂര്യവംശി 15 വയസ്സേ ആയിട്ടു. ഇഷ്ടം പോലെ ടൈമുണ്ട്. സൂര്യവംശിക്ക് അവസരം കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവസരം കൊടുക്കണം. പക്ഷേ അത് സഞ്ജു സാംസണെ മാറ്റിയിട്ട് തന്നെ കൊടുക്കണം എന്നത്തെ നിർബന്ധം. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. വൈഭവ് സൂര്യവംശി 15 വയസ്സേ ആയിട്ടു. നല്ല കരിയർ, നല്ല രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ച ലോങ് കരിയർ. മിനിമം 15 വർഷം, മിനിമം തന്നെ പറയും, മിനിമം 15 വർഷം ഒന്ന് കളിക്കാൻ പറ്റും. മിനിമം 15 വർഷം പറയുമ്പോൾ 30 വയസ്സേ ആവുന്നില്ലൂ. 35 വയസ്സ് വരെ കളിക്കുന്ന ഇഷ്ടംപോലെ പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മിനിമം 15 വർഷം കളിക്കാൻ പറ്റും. ബാക്കി വൈഭവ് സൂര്യവംശിൻ്റെ കളി എങ്ങനെ കളിക്കുന്നില്ല രീതി പോലെ ഇരിക്കും. അതേപോലത്തെ വൈഭവ് സൂര്യവംശി ഈ സീസണിൽ IPL നന്നായി കളിച്ചത്. ഇന്ത്യക്ക് വേണ്ടിയിട്ടും കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ സീസൺ കൊണ്ട് ഒരു പ്ലെയർ എങ്ങനെ ഈ ടീമിൽ കൊണ്ടുവരണമെന്നില്ല ഒച്ചപ്പാടാക്കാൻ നിൽക്കുന്നു, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഒരൊറ്റ സീസൺ കൊണ്ട് ഒരു പ്ലെയർ ടീമിലേക്ക് വരണം, അതിനൊരു നിർബന്ധമുണ്ട്. പല പ്ലെയറും അവസരം കിട്ടാണ്ട് നിൽക്കുന്ന കുറേ പ്ലെയേഴ്സ് ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ സീസൺ കൊണ്ട് ഒരു പ്ലെയർ ടീമിലേക്ക് വരണം എന്ന് പറയുന്നതിൽ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരൊറ്റ സീസൺ കളിച്ചതിൻ്റെ ബലത്തിൽ ഇന്ത്യൻ ടീമിലേക്ക് വരണം. കാരണം പല പ്ലെയേഴ്സും 3ഉം 4ഉം സീസൺ കളിച്ചിട്ട് ഇതുവരെ അവസരം കിട്ടാത്ത ഇഷ്ടം പോലെ പ്ലെയേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി ചില കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. വൈഭവ് സൂര്യവംശി അവസരം കൊടുക്കണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതെന്തുകൊണ്ട് സഞ്ജു സാംസണെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം പറയുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, സീ യു.